ക്ലോറിനേഷൻ ചെയ്ത് മേളിലോട്ട് കയറി വരുന്ന വെള്ളമാണ് ഇതല്ലേ? അതെ, അയൺ കണ്ടന്റ് കൂടുതലാണ് വെള്ളത്തിൽ, പക്ഷെ നമ്മൾ താഴെ വെച്ച് കാണുന്ന വെള്ളത്തിൽ ഒട്ടും മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതിന് മുമ്പുള്ളത്. അപ്പൊ ഇതിനകത്ത് ഫിൽട്ടർ ചെയ്തതിന് ശേഷമുള്ള അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം. ഇത്രയും വ്യത്യാസം വരുന്നുണ്ടല്ലേ? ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആനയാടെന്നല്ല, ഇതിന് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, അതുപോലെ വ്യത്യാസമുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് കുഞ്ഞിനും അമ്മയ്ക്കും എല്ലാവർക്കും ഫാമിലിയിൽ എല്ലാവർക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ഡോക്ടറാണ് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫ്രീക്വന്റ് ആയിട്ട് ഡയറിയ, ലൂസ് സ്റ്റൂള്, വോമിറ്റിംഗ് അങ്ങനെ വെള്ളം ടെസ്റ്റ് ചെയ്തതാണ്. ബാക്ടീരിയ കണ്ടന്റ് കൂടുതലാണ്, പ്ലസ് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഇച്ചിരി കൂടുതലായിരുന്നു. നമുക്ക് പക്ഷെ കണ്ടാൽ അത് അറിയത്തില്ല. നല്ല വെള്ളമാണ്, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. ട്രൂ നെക്ടർ ആണ് ഈ വെള്ളം ഇത്രയും പ്യൂരിഫൈ ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തൊക്കെ സർവീസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വീട്ടിലുള്ള കിണറ്റിലെ വെള്ളം, ബോർവെൽ വെള്ളം, മുനിസിപ്പൽ സപ്ലൈ വെള്ളം, അതിന്റെ ഫുൾ ഫിൽട്രേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കലക്കൽ, അയൺ കണ്ടന്റ്, ഹാർഡ്നെസ്, എന്ത് പർട്ടിക്കുലർ ഇഷ്യൂ ആണെങ്കിലും ആ പർട്ടിക്കുലർ ഇഷ്യൂ റിസോൾവ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് കെമിക്കൽ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ കെമിക്കൽ കണ്ടന്റ് നമ്മുടെ പിന്നീട് ആ വെള്ളത്തിൽ കാണുമോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ? ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ ഇവിടെ ക്ലോറിൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിൽറ്റേഴ്സ് ക്ലോറിൻ റിമൂവ് ചെയ്യുന്നുണ്ട്. 100% സാറ്റിസ്ഫൈഡ് ആണ് ഇതുവരെ വന്നിട്ട്. കാരണം ഇവിടെ സർവീസ് അതുപോലെ നല്ല രീതിയിലാണ് ചെയ്ത്. കോസ്റ്റ് വൈസ് ആണെങ്കിലും ശരി, പ്രോഡക്റ്റ് ക്വാളിറ്റി ആണെങ്കിലും സ്റ്റിൽ നൗ വി ആർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം, ഇവരെ വിളിക്കാം.